ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു കലത്തിലേക്ക് 1 കപ്പ് പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞത്, 1 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കാം. പൈനാപ്പിൾ വെന്തുടയുന്നത് വരെ വേവിച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 മുറി തേങ്ങ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കടുക്, കുറച്ച് വെള്ളം, 1 ചെറിയുള്ളി, 1 ചെറിയ പീസ് ഇഞ്ചി, 1 വെളുത്തുള്ളി ഇവയെല്ലാം കൂടി നന്നായി അരച്ചെടുക്കാം. പൈനാപ്പിൾ ഇപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങയുടെ മിക്സ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുക്കാം. അവസാനമായി ഇതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര ഉരുക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഈ താളിച്ച് വെച്ചിരിക്കുന്നത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ എരിവും പുളിയും മധുരവും ഒക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റിയായ പൈനാപ്പിൾ പച്ചടി റെഡി.